എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് പരിചയപ്പെടുന്നത് ഇലവങ്കം, അതേപോലെ തന്നെ കറുവപ്പട്ട. ഈ രണ്ടും ഒന്നിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആളുകൾക്ക് മാറിപ്പോകുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നത് ഇലവങ്കം തന്നെയാണ് കറുവപ്പട്ട എന്നാണ്. പക്ഷെ ഇത് ഒരേ വർഗത്തിലുള്ളതാണെങ്കിലും ഇത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, ഇതിൻ്റെ ഔഷധങ്ങളൊക്കെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ടും ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഇലവങ്കം എന്നതിൽ എഴുതിയിട്ട് തന്നെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് മാറിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഇലവങ്ങത്തിൻ്റെ ഇങ്ങനെ നീളത്തിലാവും ഇതിൻ്റെ ഇല, വലിയ നല്ല നീളമുള്ള ഇല ആവും. ഇത് തൊലിയിൽ നിന്നും ഒരു തൈലം എടുക്കുന്നുണ്ട്. പിന്നെ യുജിനോൾ എന്ന ഒരു ഘടകം ഇതിലുണ്ട്. ഇതാണ് കാരിയോഫിലിൻ എന്ന ഒരു ഘടകവും ഇതിലുണ്ട്. അണുനാശിനിയാണ് ഈ സംഭവം. വാതകഫ രോഗങ്ങൾക്ക് നല്ലതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കും. പിന്നെ അതുപോലെ ഗ്യാസ് ഇല്ലാതാക്കാൻ പറ്റും. ദന്തചൂർണം ഉണ്ടാക്കിയാൽ പല്ലിന് കേടുവരില്ല എന്നാണ് പഠിക്കാൻ പറ്റിയത്. മിക്ക അരിഷ്ട ആസവങ്ങളിൽ ഒരു ചേരുവയാണ്. കുട്ടികളുടെ കൃമിക്ക് ഇതിൽ അട ചുട്ട് കൊടുക്കുന്ന ഒരു പരിപാടി പഴയ കാലത്തുണ്ട്. അത് ഏതൊരു മാസത്തിലാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ പഴയ കാലത്ത് ഈ 4 മണിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ചില പലഹാരങ്ങൾ ചെറുതൊക്കെ ഈ പലതരം പെരുവിൻ്റെ ഇല, അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഇല, ബഡ്കൾ ഭാഗങ്ങളിലൊക്കെ ഈ മഞ്ഞളിൻ്റെ ഇലയിലുള്ള ഒരു ഇങ്ങനെ 4 മണിക്കുള്ള ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്. ഇതൊക്കെ ഇപ്പോൾ എടുത്തു പോയി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ റോഡ് സൈഡിൽ പൊരിച്ച 5 രൂപ കടികളുടെ പിന്നാലെയാണ്. വീട്ടിലവർക്ക് ഇത് ഉണ്ടാക്കാനും അറിയില്ല, ഇതിനോടൊരു താല്പര്യമല്ല. ഇനി ഞാൻ എനിക്ക് പരിചയപ്പെടുന്നത് കറുവപ്പട്ടയാണ്. ഇതാണ് കറുവപ്പട്ട. അപ്പോൾ ഈ രണ്ടും തന്നെ, ഇലവങ്കം എൻ്റെ താമസിക്കുന്ന വളപ്പിലില്ല, വീട്ടുവളപ്പിലില്ല. ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളത് വേറെ ഭാഗത്തുള്ള വസ്തുവിലാണ് ഈ ഇലവങ്കം എനിക്കുള്ളത്. പക്ഷേ കറുവപ്പട്ട ഞാൻ ഈ താമസിക്കുന്ന വളപ്പിലാണുള്ളത്. ഇതാണ് കറുവപ്പട്ട. ഇത് അത്ര ഇല വലിപ്പം ഉണ്ടാവില്ല. ചീത്ത കൊളസ്ട്രോൾ ഒഴിവാക്കാൻ നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് കഴിക്കാം. മറവി രോഗത്തിന് നല്ലതാണ്. പിന്നെ ഈ ഉറുമ്പിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ പൊടിച്ചിട്ട് വിതരണ ഒരു പരിപാടി ഉണ്ട്. മൂത്ര തടസ്സത്തിന് തേനിൽ ചാലിച്ച് കഴിക്കാൻ പറ്റും. അമിത ഉപയോഗം ഇതിനും ചില പ്രശ്നങ്ങളാണ്. ഈ നല്ല സംഗതികളാണെങ്കിൽ തന്നെ ആയുർവേദത്തിൽ നമ്മൾ മാത്ര എന്ന് പറയുന്നത്, എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്. ഔഷധ ഗ്രൂപ്പ് ഒരു പഠന ഗ്രൂപ്പാണ്. കാരണം എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ശീലിക്കണം. അപ്പോൾ ഇത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ആധുനികതയുടെ പിന്നാലെ കൂടി മഹാരോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാം വെട്ടിക്കളഞ്ഞ് വിദേശികളുടെ പാക്കറ്റ് കഴിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിയാൽ ഒരുപാട് അസുഖം നമുക്ക് ഇല്ലാതെയാവും. കഴിക്കുന്ന എന്ത് വസ്തു, മരുന്നായിക്കോട്ടെ വേറെ എന്താവട്ടെ, അതിലെന്താണ് ഉള്ളത്, എവിടുന്നാണ് ഇത് വരുന്നത്, ആരാണ് ഉണ്ടാകുക, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. മലയാളിക്ക് പാക്കറ്റ് നന്നായാൽ മതി. ആരെങ്കിലും കൊടുത്ത് ഓഫറുകളൊക്കെ തരുന്ന പല മരുന്നുകളും വിപണിയിലുണ്ട്. അതവർ പറയണു, നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനും കഴിക്കാനും ഒക്കെ പറ്റുന്ന സംഭവമാണ്. അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധ അതിലേക്ക് വേണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നമ്മളൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എല്ലാവരും ഇതേപോലെ ഈ ബോധവൽക്കരണം നടത്തിയെന്ന് വരില്ല. ഒക്കെ സാമ്പത്തികമാണെന്ന് ഏറ്റവും വലിയൊരു വിഷയം. ഓക്കെ, എല്ലാവരും നല്ലതാണെങ്കിൽ ഇത് പിന്തുടരുക, ഉപയോഗപ്പെടുത്തുക, ഫോർവേഡ് ചെയ്യൽ മാത്രമല്ല. ഓക്കെ, ഇതേപോലത്തെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.